ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നാം കാണുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹം ഉള്ളവരാണ്. പക്ഷേ ഇറങ്ങി പുറപ്പെടുവാൻ ഉള്ള ഒരു തൻ്റെ ഇടം, ഒരു ധൈര്യം അവർക്കില്ല. ഒത്തിരി ഐഡിയ അവരുടെ മനസ്സിലുണ്ട്, ആശയങ്ങളുണ്ട്. പക്ഷെ ഒരു ചുവട് വെക്കുവാൻ അവർ അശക്തരാണ്. അതുകൊണ്ട് അവരൊന്നും നേടുവാൻ കഴിയാത്തവരായി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. വിതയോട് ബന്ധപ്പെട്ടാണ് പല കാര്യങ്ങൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. താൻ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ, അതാണല്ലോ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഉടനീളം നാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു കർഷകൻ വിത്തുമായിട്ട് വയലിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും തനിക്ക് അനുകൂലമായ സാഹചര്യം ലഭിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ആകാശം എപ്പോഴും തെളിഞ്ഞതായിരിക്കത്തില്ല. ചിലപ്പോൾ കാറ്റ് അതിശക്തമായിരിക്കും. മേഘങ്ങൾ വലിയൊരു മഴ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന സാഹചര്യങ്ങൾ കൃഷിക്കാരൻ കാണേണ്ടി വന്നേക്കാം. എങ്കിലും അവനവൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല. കാരണം അവനറിയാം, മേഘത്തെയും കാറ്റിനെയും നിയന്ത്രിക്കുവാൻ എനിക്കാവില്ല. ഞാൻ പരിമിതികളുള്ളവനാണ്. തൻ്റെ നിയന്ത്രണത്തിനതീതമായ കാര്യങ്ങളാണ് മേഘവും കാറ്റും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അതെല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടരുന്നു. ഈ ഒരു കാഴ്ച ശലോമോൻ്റെ മനസ്സിൽ ഇടം പിടിച്ചതുകൊണ്ട് ശലോമോൻ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കണം, തുടങ്ങണം, പുതിയൊരു ചുവടുവയ്പ് നടത്തണം. തീരുമാനങ്ങൾ ഒത്തിരി എടുക്കുന്നുണ്ട്. പക്ഷേ നടപ്പിലാക്കുവാൻ ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയാത്ത ധാരാളം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ശലോമോൻ പറയുകയാണ്, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. സമയം വരട്ടെ, അനുകൂലമാകട്ടെ, എല്ലാ കാര്യങ്ങളും, സാഹചര്യങ്ങളൊക്കെ ശരിയാകട്ടെ, വഴികളൊക്കെ തെളിഞ്ഞു വരട്ടെ എന്ന് കാത്തു നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഒടുവിൽ ശൂന്യമായ കൈകളുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുന്നു, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല. ഇന്നും അനേകർ പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുകയാണ്. ചില ദൈവവിളിയെ മാറ്റിവെക്കുന്നത്, ദൈവം അവരെ വിളിച്ചു എന്ന് അവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇറങ്ങിത്തിരിക്കുവാൻ അവർ ഭയപ്പെടുകയാണ്. ആരെയൊക്കെയോ ഭയപ്പെട്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകട്ടെ, വീട്ടുകാരുടെയൊക്കെ അനുവാദം കിട്ടട്ടെ, ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തകളാൽ അവർ മുന്നോട്ട് പോവുകയാണ്. ദൈവം അവരെ വിളിച്ചു എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിലും ദൈവവിളിക്ക് ഒത്തവണ്ണം ഇറങ്ങിത്തിരിക്കുവാൻ കഴിയാതെ ഭയപ്പെട്ടിരിക്കുന്ന ആളുകൾ കാറ്റിനെ വിചാരിക്കുന്നവരാണ്, മേഘത്തെ നോക്കുന്നവരാണ്. അതിനാലാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത്, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയുന്നില്ലല്ലോ. കാറ്റെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ലല്ലോ. അതിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള പല കാര്യങ്ങളുണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഏത് മേഖലയിൽ നിന്നാണ്, ഏത് സമയത്താണ് പ്രതിസന്ധികൾ വരുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. കാലാവസ്ഥ ഇപ്പോൾ ശാന്തമായിരിക്കാം, സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം. പക്ഷേ ഒരു കാറ്റ് മതി ഇതിനെയെല്ലാം തകിടം മറിക്കുവാൻ. ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതത്തിൽ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുന്നത്, വെല്ലുവിളികൾ കടന്നു വരുന്നത്. എപ്പോഴാണെന്ന് അറിയില്ല. കാറ്റ് വരുന്നത്
കാറ്റിനെ വിചാരിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരെ പോലെ. ഒരു ശിശു അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന അത്ഭുതം മനുഷ്യന് പൂർണ്ണമായിട്ട് വിവരിക്കാൻ പറ്റാത്തതുപോലെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം അപ്പുറത്താണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ഈ ചിന്ത നമ്മളെ ഭരിക്കണം. ഭയങ്ങളല്ല എൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. സാഹചര്യങ്ങളുടെ തടവിൽ ദൈവവിളി നമ്മൾ താമസിപ്പിക്കരുത്. കാറ്റ് വീശിയാലും മേഘങ്ങൾ ഉരുണ്ടുകൂടിയാലും മുന്നോട്ട് പോവുക. എടുത്ത തീരുമാനത്തിൽ മുന്നേറുക. ദൗത്യം ദൈവമേൽപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ അത് തുടരുക. എങ്കിൽ മാത്രമേ ഒരു കൊയ്ത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക്, അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയുള്ളൂ. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കേണ്ട സമയമായിരിക്കാം പലരുടെയും ജീവിതത്തിൽ ഇപ്പോഴത്തെ സമയം. ഏറെ നാളായി ഒരുപക്ഷെ മാറ്റിവെച്ച ഒരു ശുശ്രൂഷയായിരിക്കാം, ഒരു സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്യുവാനുള്ള മനസ്സിൻ്റെ ആഗ്രഹമായിരിക്കാം ഭയപ്പെട്ടുകൊണ്ട് നാം മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതുവരെ കാത്തിരിക്കുന്നവർ പലപ്പോഴും നിരാശരാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും ഒരു കൊയ്ത്ത് ദൈവം വച്ചിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഭയപ്പെട്ടും സാഹചര്യങ്ങൾ കണ്ടും പലപ്പോഴും പലരും ദൈവവിളിയും ദൈവത്തെ സേവിപ്പാനുള്ള തീരുമാനമൊക്കെ വൈകിപ്പിക്കുന്നു. എന്നാൽ ഉറച്ചു നിൽപ്പാനുള്ള ദൈവകൃപ നൽകണം. ഏത് പ്രതിസന്ധിക്കും മീതെയാണ് ദൈവം എന്നുള്ള ബോധ്യം എല്ലാവർക്കും നൽകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ